നിലമ്പൂരിൽ എല്ലാ കാലത്തും 10,000-ത്തിലധികം വോട്ടുള്ള ഒരു പാർട്ടിയാണ് BJP. പക്ഷെ ആ BJP ഈ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് ഏറ്റവും പുതിയ വിവരം. അങ്ങനെ മത്സരിക്കാതിരുന്നാൽ ആ 10,000-ത്തിനും 20,000-ത്തിനും ഇടയിലുള്ള വോട്ട് ആർക്കായിരിക്കും പ്രയോജനപ്പെടുക? ഈ മത്സരിക്കാതിരിക്കുന്നത് ചരിത്രപരമായ ഒരു മണ്ടത്തരമായിരിക്കും. കാരണം ഇത് രാഷ്ട്രീയമായിട്ട് നേരിടേണ്ട ഒരിടമാണത്. നിലമ്പൂര് എല്ലാവർക്കും അറിയാം, നിലമ്പൂരിൽ BJP അവിടെ വിജയിക്കില്ല എന്ന്. പക്ഷേ എന്നാലും അവരൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പറയുന്നത് എന്തായിരിക്കും? വിജയം ഉറപ്പായിരിക്കും, വിജയിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ പിന്നെ ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, വളരെ ഈസി ആയിട്ട് ജയിച്ചു പോകുന്ന നിരവധി നേതാക്കന്മാരുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ. അവിടെയൊക്കെ എന്തിനാ പിന്നെ എതിർ സ്ഥാനാർത്ഥികളെയൊക്കെ ആരായാലും നിർത്തുന്നത്? കോൺഗ്രസ് ആയാലും CPM ആയാലും എന്തുകൊണ്ടാണ് നിർത്തുന്നത്? ഇത് രാഷ്ട്രീയപരമായി നേരിടേണ്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പം നിലമ്പൂരിൽ അങ്ങനെ ഒരു പിന്മാറ്റം കുറിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ തന്നെ ഇത് വേറൊരു തരത്തിൽ കൂട്ടി വായിച്ചു കളയും. കാരണം CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരയുണ്ടെന്ന് തന്നെ ഒരു പിന്നാമ്പുറ വർത്തമാനമുണ്ട്. എല്ലാവരും ഒരു അടക്കം പറയുന്നുണ്ട്. ഇപ്പം തൃശ്ശൂർ പൂരം കലക്കിയത് പിന്നിൽ CPM-ഉം അതുപോലെ തന്നെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടി ചേർന്നാണ്. അത് BJP-ക്ക് അനുകൂലമാക്കാൻ വേണ്ടിയായിരുന്നു എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്നുകൂടെ ശക്തമാക്കി മാറ്റും. നേരത്തെ തന്നെ അൻവർ പറയുന്നുണ്ട്, ഞാൻ 2 മാസം മുമ്പേ പറഞ്ഞു, നോക്കിക്കോ നിലമ്പൂരിൽ CPM RSS BJP ബന്ധം ഉണ്ട് എന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ള സ്ഥിതിക്ക് BJP മത്സരിക്കാതിരിക്കും. കഴിഞ്ഞ തവണ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് വലിയ ആൾക്കാർ ഇത്തരത്തിൽ കൂട്ടി വായിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ അവിടെ BJP സ്ഥാനാർത്ഥിക്ക് 21-ൽ 8,500-ലധികം വോട്ട് നേടി. 8,500-ലധികം വോട്ട്. അതിന് മുൻപ് അവിടെ BDJS ആയിരുന്നു മത്സരിച്ചത്. അതുകൊണ്ട് അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് നേടുകയും. അല്ല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 17,000 വോട്ടാണ് നേടി അവിടെ കിട്ടിയത്. അപ്പോൾ ഇക്കുറി BDJS-നെ ഏൽപ്പിക്കാനുള്ള ഒരു താല്പര്യവും കൂടി അവിടെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. BJP-ക്ക് അതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടാകണ്ട എന്ന് പറഞ്ഞു. BJP-ക്ക് അതൊരു ക്ഷീണമായിട്ടല്ല. എന്തായാലും കഴിഞ്ഞ തവണ നേടിയ 8,000-ത്തിലധികം വോട്ടിനേക്കാൾ കൂടുതൽ 10,000-ഓ 12,000-ഓ വോട്ട് വരെ ഇവർ നേടിയാലും എന്താ കുഴപ്പമെന്താ? ഒരു പ്രശ്നവും അവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇല്ലെങ്കിൽ ഈ വോട്ട് എങ്ങോട്ടേക്ക് മറിയുമെന്നുള്ളൊരു ചോദ്യം പ്രധാനമാണ്. അത് CPM-ന് അനുകൂലമായിട്ട് പോകാനുള്ള സാധ്യത വരും. കോൺഗ്രസിലേക്ക് അത് പോകില്ല. കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ് BJP-യുടെയും ലക്ഷ്യം. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാന തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, തദ്ദേശവും. അല്ല, അങ്ങനെ വന്നാലും താരം അൻവറാണ്. അൻവർ പറയുകയാണ്, വർഷങ്ങളായി തന്നെ പറയുകയാണ്, ഈ BJP-യും അതോടൊപ്പം തന്നെ പിണറായിയും തമ്മിൽ ബന്ധമുണ്ട്. പിണറായിസം എന്ന് ഇത് ചൂണ്ടിക്കാട്ടുന്ന അദ്ദേഹം ഒരു വാക്ക് തന്നെ ഉണ്ടല്ലോ, അത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് RSS-ഉം പിണറായിയും തമ്മിലുള്ള ബന്ധമാണ്. ഈ പോലീസിനുള്ളിൽ വലിയ രീതിയിൽ RSS-ന്റെ സ്വാധീനമുണ്ട് എന്ന രീതിയിലുള്ള പിണറായിസം അപ്പോൾ നിലമ്പൂരിൽ ശരിയായി തെളിയുകയല്ലേ? അതെ, കാരണം അത് വലിയൊരു മറ്റൊരു വ്യാഖ്യാനത്തിലേക്ക് മാറും എന്നുള്ളതാണ് തെളിഞ്ഞു വരുന്നത്. പിന്നെ നമ്മൾ നോക്കണം, 2 പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ വരികയാണ്, തദ്ദേശവും നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അതിനൊരു മുന്നോടിയായിട്ട് ഇതിൻ്റെ ഒരു ഒരുക്കത്തിന് കൂടിയാണ് ഇവിടം പ്രയോജനപ്പെടുത്തേണ്ടത്. പിന്നെ രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്, ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ്. അപ്പോൾ അതിന് ഇതൊരു സെമി ഫൈനലായിട്ട് കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകണം. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 10 വർഷക്കാലത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് BJP സംസ്ഥാന ഘടകത്തിൻ്റെ ആവശ്യം കൂടിയാണ്. ഇത് ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്താം. പിന്നെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആ ഒരു വിജയത്തിൽ അഭിമാനിച്ചു നിൽക്കുകയാണ് രാജ്യം. അതൊക്കെ എടുത്ത് ജനങ്ങളിലേക്ക് കൊണ്ടുവരാൻ BJP-ക്ക് സാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇവിടെ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് ഒരു രാഷ്ട്രീയപരമായിട്ടത് ശരിയല്ല. അത് മത്സരിക്കുക തന്നെയാണ് വേണ്ടത്. എത്ര വോട്ടോ എന്നുള്ളതല്ല. ഇപ്പം നമുക്കറിയാം, BJP ഇപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ഏറ്റവും കൂടുതൽ ലക്ഷ്യം വയ്ക്കുന്നത് 20 സീറ്റാണ്. വിജയം ഉറപ്പാക്കണം എന്നുള്ള രീതിയിൽ പ്രവർത്തനം. പക്ഷെ 140 മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുന്നില്ലേ? അവരുടെ സഖ്യകക്ഷികളായിട്ടുള്ളവരും ഒക്കെ ചേർന്നുകൊണ്ട് BDJS ഒക്കെ. അപ്പോൾ പിന്നെ ഈ നിലമ്പൂരിൽ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചിലപ്പോൾ
ഈ മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിൽ പോയി മത്സരിക്കാതിരിക്കുമോ? അതോടൊപ്പം തന്നെ ഈ SNDP-യുമായി വലിയ രീതിയിൽ ബന്ധമുള്ള ഒരു പാർട്ടിയാണ് BDJS. കുറച്ചുനാൾ മുൻപായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഒരു പ്രസ്താവന വന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ വെള്ളാപ്പള്ളിക്ക് പിന്തുണ നൽകുന്നതാണ് പിണറായി വിജയൻ. അപ്പോൾ ആ ബന്ധങ്ങൾ വച്ച് നോക്കുമ്പോൾ BDJS BJP ആവശ്യപ്പെട്ടാൽ തന്നെ നിലമ്പൂരിൽ മത്സരിക്കുമോ? നിലമ്പൂരിൽ ഇതേ കാര്യം തന്നെ അൻവർ പറയുകയും ചെയ്തു. ഇടയ്ക്ക് വെള്ളാപ്പള്ളി മലപ്പുറത്തിനെതിരെ തിരിഞ്ഞല്ലോ, എന്നിട്ട് പിന്നീട് രക്ഷകനായിട്ട് ആര് വരുന്നു? പിണറായി വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ BDJS അവിടെ മത്സരിച്ച് കുമാരനാശാനുമായി താരതമ്യം ചെയ്താണ്. കുമാരനാശാന് പോലും നേടാൻ കഴിയാത്ത കാര്യമാണ് വെള്ളാപ്പള്ളി നേടിയിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കുക എന്നുള്ളതല്ലേ. അപ്പോൾ BDJSനെ അവിടെ നിർത്തിക്കഴിഞ്ഞാലും മറ്റ് ചില ബന്ധങ്ങൾ പലരും വായിച്ചെടുക്കും. BDJSൻ്റെ വോട്ട് അങ്ങോട്ടേക്ക് തന്നെ പോയി എന്നുള്ള രീതിയിൽ BDJSും BJPയും CPMന് ഒത്താശ ചെയ്തു കൊടുത്തു എന്നായിരിക്കും പേരുദോഷം സംഭവിക്കാൻ പോകുന്നത്. അത് പിന്നെ വരാൻ പോകുന്ന തദ്ദേശം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും അതിൻ്റെയൊക്കെ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും. പക്ഷേ ഇതൊന്നും വലിയ കാര്യമാക്കി എടുക്കാതെ ജനം UDFിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരവും പ്രകടമാവുകയും ചെയ്യും. പിണറായിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ അഭിമാന പോരാട്ടമാണ്. കാരണം 4ാം വാർഷികം ആഘോഷിക്കുന്നു, പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ആ വേളയിലാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നത്. അതിലൂടെ ഇനിയും തുടർഭരണം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവർ പാർട്ടി മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ അതിനൊരു ആക്കം കൂട്ടാൻ ഉപയോഗിക്കാം ഈ നിലമ്പൂർ ഫലം. ഇവിടെ പരാജയം ഉണ്ടായിക്കഴിഞ്ഞാൽ UDFിനൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു. 2026 കേരളത്തിൽ UDF തരംഗമാണ് എന്ന്. പക്ഷേ അൻവർ ഇവിടെ അല്പം കനിയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ BJP മത്സരിക്കാതിരിക്കുമ്പോൾ ഈ 10,000 വോട്ട് കഴിഞ്ഞ വർഷം 8,500 2021. അത് വലിയ നിർണായകമായ ഘടകമല്ലേ. 2021 PV അൻവർ നേടിയ ഭൂരിപക്ഷം എത്രയാണ്? 2,700. അതിനു മുമ്പ് അൻവർ നേടിയ ഭൂരിപക്ഷം 12,500 13,000 വോട്ടാണ് നേടിയിട്ടുള്ളത്. അപ്പോൾ ഈ 2,700 വോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻവറിൻ്റെ കയ്യിൽ എന്തായാലും ഒരു 10,000-4,000 വോട്ടെങ്കിലും ഉണ്ടാകും അൻവറിൻ്റെ കയ്യിൽ. അത് മതിയല്ലോ കാര്യങ്ങൾ തീർച്ചപ്പെടുത്താനായിട്ടുള്ളത്. അതുകൊണ്ട് UDFിനെ സംബന്ധിച്ചിടത്തോളം അൻവറിനെ പിണക്കാനും പറ്റത്തില്ല, എന്നാൽ അൻവറിൻ്റെ സമ്മർദ്ദത്തിനൊട്ട് പൂർണ്ണമായും വഴങ്ങാനും പറ്റുകയില്ല എന്നുള്ളതാണ് അവിടെ പെട്ട് നിൽക്കുന്നത്. കോൺഗ്രസ്സുകാർക്ക് ഒരു സമ്മർദ്ദം ഉണ്ടായിരുന്നു നല്ല പോലെ. ഇപ്പം നോക്കിയിട്ട് CPM ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, പറഞ്ഞു വരുന്നതേ ഉള്ളൂ. സ്വരാജ് പറയുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ DYFയുടെ 1-2 നേതാക്കളുടെ പേര് കൂടി പറയുന്നുണ്ട്. സ്വരാജിന് എത്രത്തോളം സാധ്യത? സ്വരാജിന് സംസ്ഥാന സമിതി കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെക്കുറിച്ചുള്ളൊരു ചർച്ചയിലേക്ക് പോയിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ BJPയുടെ നീക്കം എന്ന് പറയുന്നത് BJP മത്സരിക്കണം, യഥാർത്ഥത്തിൽ മത്സരിച്ച് കഴിയുമ്പോഴായിരിക്കും ആ പ്രദേശങ്ങളിലുള്ള. ഇപ്പോൾ ഞാൻ ചോദിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ ഇവരെന്തിനാ വയനാട്ടിൽ മത്സരിച്ചത്? എന്തിനാ BJP മത്സരിച്ചില്ല? നമുക്കറിയാമല്ലോ, രാഹുൽ ഗാന്ധി ആയാലും പ്രിയങ്ക ഗാന്ധി ആയാലും അവിടെ ഈ കോൺഗ്രസിൻ്റെ ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും വിജയിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് വയനാട്. അതുകൊണ്ടല്ലേ ഈ വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികൾ ഓട്ടം കഴിഞ്ഞ തവണ 19 സിദ്ദിഖ് എല്ലാം റെഡിയാക്കിയതല്ലേ. അപ്പോഴാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി വരുന്നതെന്ന് പറയുന്നത്. ഉടനെ വഴിമാറി കൊടുക്കേണ്ടി വന്നില്ലേ. അപ്പോൾ അതുപോലെ അവിടെ മത്സരിച്ചില്ലേ. അപ്പോൾ അതുപോലെ തന്നെ BJP മത്സരിക്കുന്നതായിരിക്കും അവരുടെ മാനം കാക്കാൻ വേണ്ട കാര്യം എന്ന് പറയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.